ഗൈസ്, അപ്പോൾ നമ്മളിന്ന് അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം വിഷുവൊക്കെ അല്ലേ. സോ നമുക്കിന്ന് അമ്പലത്തേക്കൊന്ന് പോകാമെന്ന് കരുതി. നമുക്കിവിടെ സ്റ്റുഡ്ഗാർട്ടിലൊരു അമ്പലമുണ്ട്. സോ നമ്മൾ അമ്പലത്തേക്ക് പോകുമ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതി. കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സോ അമ്പലത്തേക്ക് പോകുന്നത് തന്നെ ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിട്ടോ. ഇവിടുത്തെ അമ്പലം കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. സോ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞൂടാ. ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് ഇവിടെ വന്നിട്ട്. നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ രാവിലെ കാരണം ചെറിയൊരു തണവുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ഈ ഫ്ലീസ് എടുത്തിട്ടു. പിന്നെ നമുക്ക് ബ്യോബ്ലിങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ടിക്കറ്റും കൂടി റീചാർജ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി ബ്യോബ്ലിങ്ങിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വായിക്കുന്നത് കണ്ടത്. സത്യം പറഞ്ഞാൽ ബ്യോബ്ലിങ്ങിൽ നമ്മൾ ഇതേപോലത്തെ ആൾക്കാരൊന്നും ഇതിന് മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റീചാർജ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഓൾറെഡി പോയി ഡേബയിൽ പോയി റീചാർജ് ചെയ്ത്. പക്ഷെ എൻ്റെ 6-ാം തീയതി കഴിഞ്ഞായിരുന്നു. ഞാൻ 12-ാം തീയതി ഇന്ന് ടിക്കറ്റ് ഇല്ലാണ്ടാണ് ഞാൻ എൻ്റെ സ്ഥലത്തു നിന്ന് ഇവിടെ വന്നത്. ചോദിക്കാണ്ട് വായിക്കും. അത് ഞാൻ ട്രെയിനിൽ വരണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. കണക്ഷൻ എടുത്ത് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എന്നാ എൻ്റെ ടിക്കറ്റ് തീർന്നേന്നുള്ളത്. പക്ഷെ 6-ാം തീയതി തീർന്നായിരുന്നു. ഇന്ന് 12-ാം തീയതി ബാക്കി ഇന്ന് തൊട്ടിട്ടുള്ളത് വീണ്ടും എടുത്തു കേട്ടോ. നമ്മളിപ്പോൾ ഷ്വാബ് സ്ട്രാസിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. എനിക്ക് നല്ല തണുപ്പ് കേട്ടോ. ചാക്കിലൂടി കാരണം തോന്നുന്നുണ്ട്. നന്നായി തണുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം സൊമ്മർ ട്രെയിനിൽ എത്തിയിട്ടാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ അമ്പലം ഉള്ളത്. എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് നടക്കണമായിരുന്നു കേട്ടോ അമ്പലത്തേക്ക്. കാരണം ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ബസ്സില്ല. പിന്നെ നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്തത് അമ്പലം വരെ. നമുക്കറിയാത്ത വഴിയായി കാരണം കുറച്ച് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചിട്ട് അങ്ങോട്ട് നടന്നു. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിറച്ച ആൾക്കാരായിരുന്നു. പിന്നെ ജർമ്മൻസിൻ്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നവരൊക്കെ വിഷ് ചെയ്യുക എന്നുള്ളത് ശരിക്കും നല്ല പോസിറ്റീവ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. വെയിലായ കാരണം നടക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് നേരെ അമ്പലത്തിലെത്തിയിട്ടാണ്. ഇതാണ് അമ്പലം ശ്രീ സിദ്ധിവിനായകർ കോവിൽ. നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു ഉള്ളിലേക്ക് കിടക്കാനുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റാണ് മനസ്സിലായത് ഈ ചെറിയ ഡോറാണ് ഉള്ളിലേക്ക് കിടക്കാനുള്ള വഴിയെന്ന്. പിന്നെ നമ്മൾ നേരെ നടന്ന് ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഷൂ ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. നമുക്ക് കയറി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഷൂ, ബാഗ് കാര്യങ്ങളൊക്കെ ഊരി വെക്കാനുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ നടന്നിട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ചെയ്യുക. അമ്പലം നല്ല അമ്പലമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഒരു തമിഴ് സ്റ്റൈൽ അമ്പലമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കയറിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. എല്ലാ ദൈവത്തിൻ്റെയും അമ്പലമൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ തുണി വെച്ചിട്ടൊക്കെ മറച്ച് വെച്ചേക്കായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ച അടച്ചു എന്നാണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ വേറെ ആൾക്കാർ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് പോണ വഴിയിൽ നമുക്ക് കിട്ടിയൊരു ചേട്ടനാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ വന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. ഫുള്ള് ചെടികളും മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് ചെയ്തത് അവിടെ ഇരുന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സ്പ്രിങ്ങും കൂടെ ആയ കാരണം എല്ലാ ചെടിയിലും നിറച്ച ഇലകളും പൂക്കളൊക്കെ ആയിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് ചെയ്തത്. വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇതല്ല നമ്മുടെ ട്രെയിൻ. ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ട്രെയിൻ വരാൻ പോകുന്നത്. ഇതിലല്ല ഇത് കഴിഞ്ഞിട്ടുള്ളതിലാണ്. എന്നിട്ട് നമ്മൾ ട്രെയിന് വന്നപ്പോൾ ട്രെയിനൊക്കെ കയറി നമ്മൾ നേരെ നമ്മുടെ ബ്യോബ്ലിങ്ങ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടാണ്. സാധാരണ നമ്മൾ ബ്യോബ്ലിങ്ങിൽ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്യാറ് വീട്ടിലേക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് കണക്ഷൻ പെട്ടെന്ന് കിട്ടിയിട്ടാണ്. അത് കാരണം ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. നേരെ തിരിച്ച് വേഗം വീട്ടിലെത്താൻ പറ്റി. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്. കാരണം ഞങ്ങൾ പോകുന്ന വീട്ടിലെ ഫർഷിങ്ങിന് ഒരു വീട്ടിലെ ഫർഷിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. അത് കാരണമാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിഞ്ഞുകൂടെ. ഇത് ലൈറ്റ് എത്തും ഗൈസ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. ലൈറ്റ് എത്തുന്ന കാണാൻ. ആൻഡ് അത്രയേ ഉള്ളൂ. ഉള്ളിലൊന്നുമില്ല. എൻ്റെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേയൊക്കെ പൊട്ടി. ഇത് പൊട്ടിയിട്ട് കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇത് വിൻ്ററൊക്കെ ആകുമ്പോൾ ക്രിസ്മസ് ആവണമെന്നല്ല വിൻ്ററൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാകട്ടെ ഈ മാലകളും ഇത് നോക്കി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ലൈറ്റ് ഓണാക്കാം. നൈസ് സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു കേട്ടോ. ഇതും ഈ ഐറ്റം ഇത് രണ്ടും കണ്ടോ നമ്മൾ ഫർഷിങ്ങിൽ നിന്ന് എടുത്തത്. ഇത് ഞാൻ ലൈറ്റ് കത്തില്ല, ബാറ്ററി പുതിയത് ഉണ്ടായിരുന്നു വിചാരിച്ചു. പക്ഷെ ഇത് ലൈറ്റ് കത്തും. ലൈറ്റ് കത്തും. ഇത് ഇങ്ങനെ നമുക്ക് ഡെക്കോർ ചെയ്യാം. നമ്മൾ ചീപ്പായ റേറ്റിൽ ഇങ്ങനെയാണ് റൂം ഡെക്കോർ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.